Hello friends, welcome to World Vlogs. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാരക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. അപ്പോൾ റമദാനാണ്, കുറച്ച് പണികളൊക്കെ അധികമുള്ള ദിവസങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് തീർത്തും അതുപോലെ നമുക്ക് പ്രയറിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചധികം സമയം കിട്ടുന്ന രീതിയിൽ നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് നാരങ്ങ വെള്ളം നമ്മൾ എല്ലാ നോമ്പിനും കലക്കുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്കതിനൊരു സ്ക്വാഷ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് നമ്മുടെ സാധാരണ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു നൂൽ പരുവാവണ വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ടിപ്പ് നമ്പർ 2, സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി ജസ്റ്റ് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെയൊക്കെ നമ്മളിതുപോലെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമ്മളിതുപോലത്തെ സിപ്ലോ കവറിലാണ് ഇത് സൂക്ഷിക്കുന്നത്. അപ്പോൾ സ്മെല്ലൊന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ നമുക്കതിലേക്ക് സവാള നമ്മൾ കട്ടൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു കവർ നിറച്ച് സവാള ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്കൊരു കവറിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള സവാളയും കൂടി ഇതുപോലത്തെ ഒരു കവറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഉള്ളി ഒരു കവറിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഉള്ളിയും നമ്മൾ അരിയോ ചതക്കോ ഒന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറികളൊക്കെ വെച്ചെടുക്കാൻ പറ്റും. ഒരുപാട് നേരമൊന്നും പോകില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ ഉള്ളിയും ഇതുപോലെ ഒരു കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയുടെ സിറപ്പ് നന്നായിട്ട് മെൽറ്റായി ഒരു നൂൽ പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 3, നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതും നന്നായിട്ട് കഴുകി ഒട്ട് വെള്ളമില്ലാതെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും അതുപോലെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു മോൾഡ്, നമുക്ക് മോൾഡ് വേണമെന്ന് ഒരു നിർബന്ധമില്ല, ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് ഒന്നിങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പിൽ ആക്കി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് നമ്മൾ സാധാരണ ഒരു പ്ലേറ്റിൽ വെറുതെ ഒരു ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമുക്കിതുപോലെ സെയിം നമ്മൾ ചെയ്ത പോലെ തന്നെ ആക്കിയിട്ട് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉള്ളി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്, സവാള ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതാണ്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇതുപോലെ നമ്മുടെ മോൾഡിൽ നിന്നൊക്കെ മാറ്റി ഇതുപോലെ ഒരു സിപ്ലോ കവറിൽ എല്ലാം കൂടി ഒരുമിച്ചാണ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കട്ട്ലേറ്റിനായിട്ടുള്ള സവാള വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമ്മൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി നമ്മൾ ആ ചൂടി കിടന്നിട്ട് നമ്മുടെ ഐസൊക്കെ നന്നായിട്ട് മെൽറ്റായി റെഡിയായി വന്നോളും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേരം അതിന് വേണ്ടി കളയേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് ചെറുനാരങ്ങ നീരും 1 കപ്പ് വെള്ളവുമാണ് നമുക്ക് ഇതിലേക്ക് കറക്റ്റായിട്ട് വേണ്ട വരുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി നമ്മുടെ പഞ്ചസാര സിറപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ വെള്ളം കലക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് നേരമൊന്നും ഇതിൽ കളയേണ്ട വരില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസിൻ്റെ അളവിൽ ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് 2 ടീസ്പൂണോളം നമ്മുടെ സ്കോഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ആവശ്യമുള്ള തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങാവെള്ളം റെഡി ആയിട്ടുണ്ട്. ടിപ്പ് നമ്പർ 4, നമ്മൾ തേങ്ങ നമുക്ക് എല്ലാത്തിലും ആവശ്യമുള്ളതാണ്, പ്രത്യേകിച്ച് റമദാൻ മാസം ആകുമ്പോൾ. അപ്പോൾ ഞാനിതുപോലെ ഒരു 2 തേങ്ങ, നിങ്ങൾക്ക് കുറച്ചധികം തേങ്ങ വേണമെങ്കിൽ എടുത്ത് വെക്കാം. ഞാനൊരു 2 തേങ്ങ ഇതുപോലെ സിപ്ലോ കവറിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നമ്മൾ ചിരവി എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലൊന്നും ഇതുകൊണ്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല.
ചെറിയൊരു കളർ വ്യത്യാസം വരും. അപ്പോൾ ഞാനത് വേറെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സവാള, ഉള്ളി, നമ്മുടെ തേങ്ങ, ഇത്രയും സാധനങ്ങൾ ഫ്രിഡ്ജിലും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രീസറിലുമാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ടിപ്പ് നമ്പർ 5, നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഫ്രൂട്ട്സും നമ്മൾ എടുക്കാറുണ്ട്. നമ്മളിതുപോലെ ക്യാരറ്റ് ഒന്ന് വേവിച്ച് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 6, നമ്മൾ പൊരിക്കടികൾക്ക് യൂസ് ചെയ്യുന്ന എല്ലാ ഫില്ലിങ്ങും നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അതല്ലെങ്കിൽ സിപ്ലോ കവറിലോ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ എടുത്ത് ഇതിനെ ഫ്രൈ ചെയ്ത് ഷേപ്പ് ആക്കിയിട്ട് എടുത്താൽ മതി. ടിപ്പ് നമ്പർ 7, നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ കട്ട്ലേറ്റിൻ്റെയും സമൂസയുടെ എല്ലാം മിക്സുകൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സിപ്ലോ കവറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനേലും നമുക്ക് പണി എളുപ്പമായിരിക്കും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള സിപ്ലോ കവറുകളാക്കിയിട്ട് നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മാത്രം നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാലും നമുക്ക് എളുപ്പമായിട്ട് നമ്മുടെ ജോലികളെല്ലാം വേഗം തീർന്നു കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ ഒരു ഫസ്റ്റ് ബാച്ച് ഞാൻ വെക്കുന്നുണ്ട്. നമുക്ക് ഒരു ബാച്ചും കൂടി വെക്കാനുള്ളതുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ഇതുപോലുള്ള കവറിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഇനി നമുക്ക് സമൂസയുടെ ഫില്ലിങ് ചെയ്ത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റോള് ചെയ്യുന്നത് അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇതൊന്ന് നമ്മുടെ സമൂസയുടെ ഷേപ്പാക്കി കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ കോർണറുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കായിട്ട് മൈദ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടും. അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ സമൂസയുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇതുപോലെ കവർ ചെയ്ത് നമുക്ക് പശ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമൂസയുടെയും കട്ട്ലേറ്റിൻ്റെയൊക്കെ റെസിപ്പി വേണ്ടവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ സമൂസ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ സമൂസകളും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയധികം സമൂസകളാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ നേരത്തെ കട്ട്ലേറ്റിൻ്റെ ചെയ്ത അതേപോലെ തന്നെ സിപ്ലോ കവറുകളിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്പം തന്നെ അതായത് ചെയ്യുന്നതിന് കുറച്ച് നേരം മുന്നേ മാത്രം എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കിച്ചൺ ടിപ്സുകൾ. നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണികൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.